ഗംഭീര ഇൻട്രോ ഒക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുവായിരുന്നു. Let me just have the mic. Ikka, please take your seat. എടാ ഫ്രണ്ടിന്ന് പറഞ്ഞോ. അതാണ് ഞാൻ നോക്കി. എനിക്ക് ഇത്രയും പേരൊന്നും വരണ്ടെന്ന്, ഇത്ര വലിയ പരിപാടിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ആസികയ്ക്ക് ഒരു വലിയ കൈയടി ആദ്യം തന്നെ കൊടുത്താലോ? ഞങ്ങൾ തമ്മിൽ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു താങ്ക്സ് ഒന്നും പറയുന്നില്ല. എന്താ ഞാനും കൂടെ ഈ സൈഡിലൊന്ന് താങ്ക് യു സോ മച്ച്. അപ്പം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ദ പ്രീ റിലീസ് ആൻഡ് ഫാൻസ് മീറ്റ് ഇവന്റ് ഓഫ് നമ്മുടെ സ്വന്തം ആസികയുടെ ഈ വരുന്ന ജനുവരി 9 റിലീസാകാൻ പോകുന്ന രേഖ ചിത്രത്തിന്റെ ഇവന്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആസിക, a huge welcome to you also. Thank you. അപ്പം മൈ നെയിം ഇസ് മീനാക്ഷി സുധീർ ആൻഡ് ഐ വിൽ ബി ദ ഹോസ്റ്റ് ഫോർ ദി ഇവന്റ്. ഞാനിവിടെ ആസികയുടെ സൈഡിൽ ഒന്ന് ഇരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു ഗംഭീര ഇൻട്രോ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. 2009 ശ്യാം പ്രസാദ് സർ സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലൂടെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. ഒരു ബഞ്ച് ഓഫ് ചെറുപ്പക്കാർ വരികയാണ് ആൻഡ് അതിലൊരാള് പിന്നീട് കോമഡി റോൾസ് ചെയ്ത് ആ ഒരു കോമഡി ഹീറോ ആയിട്ടും ഇടയ്ക്ക് റൊമാൻറ്റിക് റോൾസ് ചെയ്ത് നമ്മളെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള ഹീറോ ആയിട്ടും പിന്നെ ഇടയ്ക്ക് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ചെയ്ത ഹീറോ ആയിട്ട് നമ്മളെ ചിന്തിപ്പിച്ചും ഒക്കെ യു ബിൽഡ് എൻ എംപയർ ഓഫ് യുവർ സെൽഫ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനം നമ്മൾ ആസിക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ തൊട്ടിട്ട് വി റിയലി മീൻ ഇറ്റ് അല്ലേ? അപ്പൊ എല്ലാരും കൂടെ ഒന്ന് നീട്ടി വിളിച്ച് ആസിക്കാന്ന്. ഓക്കെ, അപ്പം യു ആർ എ ഫാമിലി മാൻ. ഇടയ്ക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത്ര ബിസി ഷെഡ്യൂൾസിന്റെ ഇടയിൽ സമയം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ പോലെ തന്നെ ഇക്കാടെ ഒരു നമ്പർ 1 ഫാനാണ് ഞാനും കേട്ടോ. എനിക്ക് എപ്പോഴാണെന്നറിയോ എൻ്റെ മനസ്സിൽ കയറി കൂടിയത്, ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ കാണാൻ പോയപ്പോൾ അതിനകത്തൊരു മീനാക്ഷി ഉണ്ടായിരുന്നില്ലേ, അന്ന് എനിക്ക് ഒന്നൊരു മനു ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ മനസ്സിൽ കൂടി ഒരു ഇടമുള്ളത് കൊണ്ട് ഈ ഒരു ഫാൻസ് മീറ്റിൽ ഇവരുടെ ഒപ്പം ഉള്ള ഒരാളാണ് ഞാനും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. അതായത് ഇപ്പോൾ രേഖാചിത്രം എന്ന് പറയുന്ന ജോഫൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന മൂവി ഇസ് സിറ്റിംഗ് തിയേറ്റേഴ്സ് ഓൺ January 9th. അപ്പോൾ ഇതിലൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്. അപ്പം വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട്? എനിക്ക് തോന്നുന്നു രേഖാചിത്രത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ 2024 കുറിച്ച് പറയണമല്ലേ. നിങ്ങളെല്ലാവരെയും കാണാൻ ആഗ്രഹിച്ചതും ഇന്നിങ്ങനെ ഒരു പ്ലാൻ ഇട്ടതും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഈ 2024 എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും സപ്പോർട്ട് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ നിങ്ങളാണെന്ന് എനിക്കറിയാം. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും അറിയാവുന്നവരും കാണുന്നവരും സംസാരിക്കുന്നവരും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്ന് ജീവിതത്തിൽ കയറിയവരും ജീവിതത്തിൻ്റെ ഭാഗമായവരും ഒക്കെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ സിനിമകൾ നന്നാവുമ്പോൾ എൻ്റെ കൂടെ നിന്നതിനേക്കാൾ എൻ്റെ സിനിമകൾ മോശമാവുമ്പോൾ എൻ്റെ കൂടെ നിന്നവരാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു സിനിമയെ ആഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ടുവന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ സിനിമ മോശമായ സമയത്ത് എന്നെ വിളിച്ച് സ്നേഹത്തോടെ ചീത്ത പറയുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നവര്. എന്തിനാണൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത്? നിങ്ങൾക്കൊന്ന് നല്ല സിനിമ ചെയ്തുകൂടെ? നിങ്ങൾ ചെയ്യുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കൃത്യമായ റെസ്പോൺസ് എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. മറ്റു പലരും സിനിമകൾ ഇറങ്ങുമ്പോൾ ചുറ്റുപാട് നിന്ന് സത്യം അറിയാൻ പറ്റാതെ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് ആരും സത്യം പറയാതെ അവർ ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യുന്ന തെറ്റുകൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരാണ് എൻ്റെ ശക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് ക്ഷമിച്ച് നമുക്ക് കിട്ടിയതായിരുന്നു 2024. തലവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി ഒരു നല്ല തുടക്കം. അഡിയോസ് അമീഗോയിലൂടെ അത് കിഷ്കിൻ്റെ കാണ്ഡം എത്തിയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ
ഒരു വലിയ വിജയത്തിലേക്ക് അതെത്തി. ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും കിഷ്കിന്ധകാണ്ഡത്തിനെ പറ്റിയും തലവനെ പറ്റിയും അഡ്യൂസ് അമീഗോയെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ലെവൽ ക്രോസിനെ പറ്റി സംസാരിച്ചു. അഭിനയിക്കുന്നതിനെ പറ്റി, സിനിമകൾ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി. അങ്ങനെ ഒരു വർഷം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതാണ്. അത് എൻ്റെ മാത്രമല്ല, സിനിമാ പാരമ്പര്യമില്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യം തന്ന ഒരു വിജയം കൂടിയായിരുന്നു അത്. അപ്പോൾ അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഞാനായതുകൊണ്ട് അറിയാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ല സിനിമകളായിരിക്കും ചെയ്യുക എന്നുള്ളൊരു വാക്ക് ഞാൻ വീണ്ടും തരുന്നു. സിനിമ തിയേറ്ററിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് നല്ല സിനിമകൾ സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. വീണ്ടും ആ പ്രതീക്ഷയിലൂടെയാണ് 2025 കടക്കുന്നത്. രേഖാചിത്രം റിലീസ് എത്തുന്നു 9-ാം തീയതി തിയേറ്ററിലേക്ക്. ഞാൻ ഇതുവരെ ചെയ്യുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ ഈ അടുത്ത് ഇറങ്ങിയതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തതയുള്ളൊരു സിനിമയാണ്. ജോഫിൻ ഇവിടെ എത്തുമെന്ന് തോന്നുന്നു എനിക്ക്. ജോഫിൻ സിനിമയെ പറ്റി കുറെ കൂടെ കൂടുതൽ പറഞ്ഞു തരും. നമ്മളെല്ലാം കണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വലിയ ഒരു സിനിമയുടെ ചെറിയൊരു എഡിറ്റഡ് വേർഷൻ, ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ജോണറിൽ വരുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. എഗെയിൻ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് മടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഒരു പോലീസുകാരനാണുള്ള വലിപ്പമൊന്നും ഇല്ലെന്നൊക്കെ ഓർത്തിരുന്നതാണ്. പക്ഷെ കുറ്റവും ശിക്ഷ എന്ന സിനിമയിലൂടെ ആ കോൺഫിഡൻസ് കിട്ടി. അതിനുശേഷം കൂമൻ ചെയ്തു, തലവൻ ചെയ്തു. ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേറൊരു ക്യാരക്ടർ സ്കെച്ചിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് ഈ 9-ാം തീയതി മുതൽ തിയേറ്ററിൽ കാണാം. എന്തായാലും ഒരു സംസാര വിഷയമാകാൻ പോകുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലെറ്റ്സ് സീ. ഫിലിമി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും ഇല്ലാതെ സിനിമയെ പ്യൂർലി ഒരു സ്വപ്നമായി കണ്ടുകൊണ്ട് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് ഇക്ക എന്ന്. അപ്പം നമ്മൾ ആസിക്ക എന്ന് വിളിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഇക്ക എന്നുള്ളത്, ചേട്ട എന്നുള്ളത് നമ്മുടെ മനസ്സ് തട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നേരെ എതിരെ എന്തൊരു നെഗറ്റീവ് ഇൻസിഡൻറ്റ് വന്നാലും അതിനൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് എങ്ങനെ നേരിടണമെന്ന് ഹി ഹവ് ടോട്ട് us. അതുപോലെ തന്നെ സിനിമയിൽ ഇത്രയും വലിയൊരു സ്റ്റാർ ആകാനായിട്ട് ഫിൽമി ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും വേണ്ട എന്ന് ഹി ഹവ് ടോട്ട് us. അപ്പോൾ ഈ ആസിക്ക എന്നുള്ള ഈ ഒരു വിളിയും ഇതുപോലുള്ളൊരു ഫാമിലിയൊക്കെ അന്ന് സിനിമ സ്വപ്നം കണ്ടുവരുമ്പോൾ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ, അതായത് പേഴ്സണൽ സ്പേസിലേക്ക് ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ടോ, ഇറിറ്റേറ്റഡ് ആവാറുണ്ടോ എന്നൊക്കെ. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഞാനിത് ആഗ്രഹിച്ച ഒരാളാണ്, ഇത് കൊതിച്ച ഒരാളാണ്. എന്നെ കാണുന്നത് കൊണ്ട് ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുന്നതും അവരെൻ്റെ അടുത്തേക്ക് വരുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടം എന്നോട് കാണിക്കുന്നതും ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സിനിമയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതാണ്. ആ ഇഷ്ടമാണ് എന്നെ കാണുമ്പോൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ആസിക്ക എന്നുള്ള വിളി ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇനി ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നത് ശരിയാവില്ല, കാരണം എന്നേക്കാൾ കൂടുതൽ ഇക്കയോട് കാര്യങ്ങൾ ചോദിക്കാനുള്ളതും സംസാരിക്കാനുള്ളതും ഇക്കയുടെ ഈ ഒരു എക്സ്റ്റൻഡഡ് ഫാമിലിക്കാണ്. അപ്പോൾ ലെറ്റ്സ് മൂവ് ഇൻ. ആരാണ് ആദ്യത്തെ ആ ഒരു ചോദ്യം ചോദിച്ച ഒരു ബ്രേക്ക് ദി ഐസ്? യെസ്, റൈറ്റ് ദേർ ബ്രദർ. വാട്ട്സ് യുവർ നെയിം? സേതലി. ഹലോ. ഓക്കെ, ഒന്ന് സ്റ്റേജിലേക്ക് വരും സുഹൃത്തെ. ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. Right there. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇരുന്നോ അതെന്താ ഇരുന്നോ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ഇവന്റ് കഴിയുമ്പോൾ ഇവിടെ പലരുടെയും ഒരു മനസ്സിൽ എന്നും ഓർത്ത് വെക്കാനുള്ള ഒരുപാട് നല്ല മെമ്മറീസ് ആയിട്ടായിരിക്കും പോകുക എന്ന് നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഓൾറൈറ്റ്. സോ എന്താണ് നമ്മുടെ ഇക്കയോട് ചോദിക്കാനുള്ളത്? ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എൻ്റെ അടുത്ത് അവിടെ ചോദിക്കാനാണോ പറഞ്ഞത്. എനിക്ക് ഇക്കപ്പം സിനിമ എത്രത്തോളം ഇഷ്ടപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ ഇക്കായി ഇഷ്ടപ്പെടുന്നത്. അത്രയും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ കൈയൊക്കെ കുറയ്ക്കുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. നീ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ സിനിമയിലുണ്ടോ? ഞാൻ അപ്പൊ എനിക്ക് 10 വയസ്സുണ്ട്. അപ്പോഴത്തേക്കാണ് എനിക്ക് വന്നത്. 15 വർഷമായി. ആ ഒരു സ്നേഹത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. എനിക്ക് എന്താ പറയുന്നത്.
പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് എല്ലാവരുടെ നല്ല പേഷ്യൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? ചിലപ്പോൾ ഇക്കാക്ക് ഒരു ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോഴും ഇതുപോലുള്ള ഒരു ക്രൗഡിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ അടുത്ത് ആ ഒരു ദേഷ്യമോ നമ്മുടെ ടെൻഷനോ ഒന്നും അറിയിക്കാതെ അവരുടെ അടുത്ത് കൂളായിട്ട് എങ്ങനെയാണ് ഇക്കാക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ശീലിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ദേഷ്യവും എൻ്റെ സങ്കടവും എല്ലാം എൻ്റെ പേഴ്സണലാണ്. അത് എല്ലാവരോടും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സാധാരണക്കാരനാണ്, എപ്പോഴാണ് ഇനി ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കരമായി ദേഷ്യം പ്രകടിപ്പിക്കാത്ത ഒരാളൊന്നും അല്ല. ഇവിടെ നിൽക്കുന്ന കുറച്ചു പേരോടെങ്കിലുമൊക്കെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ പേര് കാശിനാഥ് എന്നാണ്. അപ്പം കാശിനാഥാണ് ഇക്കയുടെ ഒരു സാൻഡ് ആർട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ആസിഖാന്റെ എന്ത് പിക്ചറാണ് വരയ്ക്കുക, അതായത് പല പോസസിലുള്ള പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വി ആർ എക്സൈറ്റഡ് ടു സീ. കാശിയുടെ ഫേവറേറ്റ് ആസിഫ് അലി സിനിമ ഏതാണ്? ഹണിബി. താങ്ക് യു കാശി. ഹാപ്പിയാണോ? ഹാപ്പി ആവാൻ പാടില്ല കാശി. നമ്മൾ ഹാപ്പിയാണ്, എപ്പോഴും സന്തോഷത്തിലാണ്. പക്ഷെ ഇനിയും കൂടുതൽ സന്തോഷം വേണം. ചോദിക്കാൻ നമുക്ക് അദ്ദേഹത്തിന്റെ സാൻഡ് ആർട്ട് ഒന്ന് കണ്ടാലോ? ഹൂ ഇസ് നെക്സ്റ്റ്? നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഐ ഹാവ് കുറെ കാര്യങ്ങൾ ടു ആസ്ക്. നമസ്കാരം, എൻ്റെ പേര് വിമൽ രാജ്. ഇല്ല വിമൽ ചോദിച്ചു. കണ്ണൂരിൽ നിന്നാണ്. വലിയൊരു ഫാനാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 2024 ഇക്കപ്പോൾ തന്നെ നമുക്കും വളരെയധികം സന്തോഷം തന്ന ഒരു വർഷമായിരുന്നു. കുറേയധികം പടങ്ങൾ നല്ലൊരു പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റി, പീക്ക് ലെവൽ പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ 2025 തുടക്കം രേഖാചിത്രത്തിലൂടെ വീണ്ടും നല്ല വിജയം നമുക്ക് കാണാൻ വേണ്ടി പറ്റട്ടെ, നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ, ഇപ്പം ആക്ഷൻ മാസ് പടങ്ങളാണല്ലോ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടിക്കി ടാക്കിയിലൂടെ നമുക്ക് അത്ര വലിയൊരു ഹിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ടിക്കി ടാക്കിയിലൂടെ ഒരു വലിയ ആക്ഷൻ സിനിമ കാണാൻ പറ്റും. വലിയൊരു ആക്ഷൻ, ഒരു വലിയ ഹിറ്റ് കാണാൻ പറ്റും എന്നുള്ളത് സിനിമ തിയേറ്റേഴ്സിൽ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ 100% ഞാൻ കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ അതിനുവേണ്ടി മാക്സിമം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ഷെഡ്യൂള് ഷൂട്ട് തുടങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ആക്സിഡൻ്റ് ആയത്. പിന്നെ ഒരു 3-4 മാസം ഞാൻ വീൽ ചെയറിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ റിക്കവറിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇപ്പം ഇനി അടുത്ത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ജിത്തു ജോസഫ് സാറിൻ്റെ ഒരു ഫിലിമാണ്. ഇന്ന് രാവിലെ പോസ്റ്റേഴ്സ് നിങ്ങൾ എല്ലാവരും കണ്ടു, മിറാഷ്. അപ്പോൾ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടിക്കി ടാക്ക ജോയിൻ ചെയ്യും. എൻ്റെ ഏറ്റവും നല്ല സിനിമകൾ ചെയ്തൊരു സംവിധായകനാണ് രോഹിത്. അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരിക്കുന്നതാണ്. ഉടനെ പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് അവിടെ നിന്ന് ആ സുന്ദരി കുട്ടിയില്ലേ, ആ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ. അല്ല, ചോദ്യം ചോദിക്കണ്ടേ? അഗ്ഗിട്ടി എങ്ങനെ പോവുകയാണ്? അവിടെ കോളേജിലുണ്ടായിരുന്നു. ഞാൻ കണ്ടു. രണ്ടാമത് കെട്ടിപ്പിടുത്തം ഡേ ആണൊക്കെ. മൂന്ന് റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിൽ അത്ര കോമൺ അല്ലാത്തൊരു ജോണറിലുള്ളൊരു സിനിമയാണ്. നമുക്കെല്ലാം അറിയാവുന്ന, നമ്മൾ കണ്ടിട്ടുള്ള, ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എപ്പിസോഡ്. അതിൻ്റെ നമ്മുടേതായ വേർഷനാണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുവരെ ആരും ഇടാത്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു റീസൺ. പിന്നെ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ, ഏറ്റവും ബ്രില്യൻ്റ് ആയ ഒരു കാസ്റ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോഫിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള അനശ്വര, മനോജ് ചേട്ടൻ, അങ്ങനെ ഇന്ദ്രൻ സേട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ആദ്യം പറയേണ്ടതായിരുന്നു സ്ക്രീൻ പ്ലേ. ഞാൻ വായിച്ചതിൽ, ഈ അടുത്ത് വായിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹൈ തന്നൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു കിഷ്കിൻ്റെ കാണ്ഡം. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന, കുറെ കൂടെ തിയേറ്റർ എലമെന്റ്സ് ഉള്ള, കുറെ കൂടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ ഇതാണ് 3 കാരണങ്ങൾ. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിൽ ഞങ്ങൾ ഇത്രയും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറില്ല അല്ലേ? അല്ല, ഇവരെല്ലാം പേഴ്സണലി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. അതാണ്
ശരിക്കും പുതിയ കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഇന്റർവ്യൂവിനുള്ളതിനൊക്കെ ഒരു സ്ഥിരം ഫോർമാറ്റ് ഉണ്ട്. ഇതൊരു വെറൈറ്റി പരിപാടി അല്ലേ? ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ഒന്ന് പിടിക്കാം. ഓൾറൈറ്റ്, ഇനി ഫാൻസിന്റെ ഇടയിൽ നിന്ന് ഹൂസ് ഗോണ ആസ്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, വരട്ടെ. വരൂ. ഇനി ചോദിക്കാനുള്ളൊരു പുറപ്പെട്ടോ നേരത്തെ? ചോദിച്ചോ? എൻ്റെ പേര് നവീൻ, തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 2-3 വർഷമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പക്ഷെ എനിക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഒരു 2 വർഷം മുന്നേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി നമ്മൾ ഇക്കടല്ല പടം ഫസ്റ്റ് വർഷം പോടുക. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുപോയി. പടം അവൻ അത്ര വർക്കായില്ല. അതിന് ശേഷം തൊട്ട് അവൻ എന്നോട് നീ ഇത് വിട്ടില്ലേ, ഇത് തന്നെയാണ് ചോദിച്ച് നടക്കണ്ടേ. 2 വർഷമായിട്ട് ഞാൻ ബ്ലോക്ക് വരെ ചെയ്തോണ്ട് അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ലാസ്റ്റ് ഇയർ കിഷ്കിന്താങ്ങാണ്ട് റിലീസായിട്ട് അവൻ പോയി ഫസ്റ്റ് ഡേ പോയി കണ്ടു. ഫസ്റ്റ് ഡേ മീൻസ് പടം ഒരു വട്ടം പോയി കണ്ടു, എന്നോട് പറഞ്ഞിട്ട്. 2ാമതും പോയി കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഹബ്ലിയ എന്താണ് ആൾ ചെയ്ത് വെച്ചത്. എനിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ഫാൻസിനെ കിട്ടിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. ഒരു 1 വീക്ക് ശേഷമാണെന്ന് തോന്നുന്നത് നമുക്ക് ലെവൽ ക്രൂസ് OTT റിലീസ്. അതും കണ്ടിട്ട് അവൻ സെയിം അഭിപ്രായം. അപ്പോൾ ഞങ്ങൾക്ക് ഫാൻസിനെ കിട്ടിയൊരു ആ ഒരു മൊമെൻ്റ് ഉണ്ട് ലാസ്റ്റ് ഇയർ. അതേ പ്രൗഡ് മൊമെൻ്റ് നമുക്ക് ഈ വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഏകചിത്രത്തിലൂടെ? ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ശ്രമിക്കും, എപ്പോഴും ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. നിങ്ങൾക്ക് അത്രയും സന്തോഷവും അത്രയും പ്രൗഡ് മൊമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ഒരുപാട് പേർക്ക്, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരോട് ഇതുപോലെയുള്ള സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് ഇത് നിർത്തിപ്പോയിക്കൂടെ എന്ന്. പക്ഷെ അത് നമ്മൾ മാറ്റി പറയിപ്പിക്കും അല്ലെ, അതാണ് നമ്മുടെ ശീലം, നമ്മളത് ശീലിക്കും. താങ്ക് യു സോ മച്ച്. ഇക്ക, എനിക്കിനി ഞാനൊരു ചോദ്യം ഇക്കയോട് ചോദിക്കുകയാണ്. അതായത് ഇക്ക ഇപ്പം സിനിമയിലേക്ക് ഒരു പുതിയ നടനായിട്ട് വന്ന ആ സമയത്ത് എപ്പോഴാണ് ഇക്കയ്ക്ക് ആദ്യമായിട്ടൊരു എനിക്കൊരു ഫാൻസ് അസോസിയേഷൻ, അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ലേ? ഏതായിരുന്നു ആ ഒരു മൊമെന്റ്? അപ്പം ഉണ്ടായൊരു ഫീലിംഗ് എന്തായിരുന്നു? അതൊരു ഭയങ്കര രസമുള്ള ഫീലിംഗ് ആയിരുന്നു. ട്രിവാൻഡ്രത്തു നിന്നാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു, നമുക്ക് അനീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വന്നത്. പക്ഷെ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നെങ്കിലും എനിക്കൊരു ഭയങ്കര ചമ്മലുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത്രയൊക്കെ ആയോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അവർ ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചു. എൻ്റെ പേരിലൊരു പോസ്റ്റർ വരുന്നത്, ഞാൻ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, സോറി, ഒരു പോസ്റ്റർ ഞാൻ അവിടെ കാണുന്നു. ചെങ്കൽച്ചൂളിലാണ്, യെസ് ചെങ്കൽച്ചൂൾ. അത് കഴിഞ്ഞ് ആറ്റിങ്ങലായിരുന്നു വരുന്നത്. ചെങ്കൽച്ചൂളയുടെ പുറത്തൊരു വലിയ ഹോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ദഫ് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബം. ഇല്ലില്ല, അവർ 5ാം ക്ലാസ്സിൽ പഠിക്കണം. ഞങ്ങള് ദഫ് എന്ന് പറഞ്ഞ അതിനോട് ശരിക്കും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അത് പല സമയത്ത് പല കളേഴ്സിൽ അത് വന്നിട്ടുണ്ട്. ഒരു സമയത്ത് അത് ഭയങ്കര ബ്രൈറ്റായി നിന്നു, പിന്നെ അത് ഡള്ളായി, വീണ്ടും അതിങ്ങനെ ജ്വലിച്ചു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഡൈ ഹാർഡ് ആസിഫ് ഫാൻസ് എന്ന് പറഞ്ഞ ദഫ് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഫാൻസ് അസോസിയേഷന്റെ ഒരു എമർജിംഗ് കഥ. ഈ കഥ നമ്മൾ എങ്ങും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല കേട്ടോ. താങ്ക് യു സോ മച്ച് ഇക്ക. ഇക്കയ്ക്ക് വേണ്ടി മീനാക്ഷി, അതൊരു ഭയങ്കര ധൈര്യമായിരുന്നു. ഞാൻ തിയേറ്റേഴ്സിന്റെ പുറത്ത് ഫസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള തിരക്കും അവിടെ വരുന്ന കട്ടൗട്ട്സും ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ മാജിക്കലായിട്ടുള്ള നമ്മൾ വന്നിറങ്ങുമ്പോൾ ഉള്ള ആ ആൾക്കൂട്ടവും പടക്കം പൊട്ടിക്കലും, അതൊക്കെ ഒരു സിനിമാറ്റിക് വ്യൂവില് ഒരു ഓം ശാന്തി ഓം മൊമെന്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം. യെസ്, ഓൾറൈറ്റ്. എന്തായാലും ഇക്കയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചേർന്ന് അതിൽ ഒരാൾ ഇക്കയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാൻഡ് ആർട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചാലോ ഇക്ക? പിന്നെന്താ, ഉറപ്പില്ല.
Alright. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാൻഡീസ് അവിടെയാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് അത്? Are we bringing it to the stage? Alright? Okay. Alright, so ഈ സാൻഡ് ആർട്ട് ഇവിടെ മീൻവൈൽ നടക്കുമ്പോൾ ഇക്കയുടെ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് കടന്നു വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് അഞ്ജന, ഞാൻ ഭാരത് മാതാ കോളേജിലെ ചെയർപേഴ്സൺ ആണ്. ഹായ് അഞ്ജന. സോ ഞങ്ങളുടെ കോളേജിൽ വന്നതിന് ആദ്യം തന്നെ ആസിഫിനോട് ഒരുപാട് താങ്ക്സ് പറയാണ്. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫാൻസ് മീറ്റ് ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. അഞ്ജനയ്ക്ക് സമയമുണ്ടെങ്കിൽ ഞാനൊരു കഥ പറയാം. ഞാൻ അതായത് സിനിമയിൽ വരുന്ന സമയത്ത്, സിനിമയിൽ വന്ന സമയത്ത് സിനിമ നടന്നുള്ള പേരുമാവും കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ വരും. ഇപ്പം നമുക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല, നടന്ന് തന്നെ പോകണം പല സ്ഥലങ്ങളിലേക്കും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സമയം ഞാൻ വീട്ടിൽ നിന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയോണ്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഭയങ്കര പൈസ ഒന്നുമില്ല. അപ്പോൾ എന്നെ ഫസ്റ്റ് വിളിക്കുന്ന ഒരു കോളേജ് ഫംഗ്ഷന് വേണ്ടി വിളിക്കുന്ന ഭാരത് മാതയിൽ നിന്നാണ്. അപ്പം ഞാൻ അന്ന് ഫോൺ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്, അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് വരാൻ കുറച്ച് ചിലവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, ട്രാവൽ എക്സ്പെൻസ് ഞങ്ങൾ മീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ താമസിക്കുന്ന പാലാരിവട്ടത്ത് എൻ്റെ റൂമിലാണ്. അവിടെ നിന്ന് ഞാൻ ഈ 20,000 റുപ്പീസും ഇതിന് ട്രാവൽ എക്സ്പെൻസ് മേടിച്ചിട്ട് ഞാനൊരു കാർ റെന്റിന് എടുത്തിട്ട് ഭാരത് മാതയിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാറുണ്ട്, പക്ഷെ ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതിനെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടാണ് എപ്പോഴും ഡീൽ ചെയ്യാറ്. എപ്പോൾ നോക്കിയാലും ഒരു കുടുംബത്തെ പോലെ കണ്ട് എപ്പോഴും എന്താണെങ്കിലും ഒരു മറുപടി എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് എടുത്ത് കൊടുക്കാറുള്ളത്. അതെങ്ങനെയാണ് ഇക്കാനെ കൊണ്ട് സാധിക്കുന്നത്? പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല അത്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ അത്ര നല്ല മനുഷ്യനൊന്നും അല്ല. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹെയ്റ്റ് കമന്റ്സ് വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അത്. കാരണം എനിക്കത് പല സമയത്തും നമ്മളെ പറ്റി മോശമായിട്ട് ആളുകൾ പറയുമ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ ചിലപ്പോൾ ഒരു മറുപടി കൊണ്ട് അയാൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയേക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അല്ലാതെ ഭയങ്കര പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന ഭയങ്കര നന്മയായിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ, കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ ഈ ഇവന്റ് കഴിഞ്ഞ് വന്ന ഭാരത് മാതാ സ്റ്റുഡൻസിന് ഒരുപാട് 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 താങ്ക്സ്. ഞാൻ മലപ്പുറം മഞ്ചേരിയാണ്. പറയൂ. ഓർമ്മ ഉണ്ടോ? നമ്മള് കാലിക്കറ്റ് കണ്ടിരുന്നു. കാലിക്കറ്റ് ഫാമിലിയൊക്കെ വന്നിരുന്നു. ശരി. ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. അപ്പോൾ ആസിഫ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 4 പോലീസ് സ്റ്റേഷനത്തെ ചെയ്തിട്ടുണ്ട്. ഇത് 5ാമത്തെ പോലീസ് കേസുമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഈ സിനിമ ഉള്ളത്? അതായത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു ത്രില്ലർ മൂഡായി കാണാനാണ് തോന്നിയത്. ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ എന്നുള്ളതിനേക്കാളും ഒരു ഡ്രാമ എന്നാണ് ജോഫിൻ ഈ സിനിമയെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നാണ് ജോഫിൻ പറയുന്നത്. പിന്നെ ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ക്യാരക്ടേഴ്സ് എല്ലാവരും ഡിഫറൻസ് ആകുമ്പോൾ, ക്യാരക്ടേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആകുമ്പോൾ ഉള്ള ഡിഫറൻസ് ഇതിലും ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ തലവനിൽ ചെയ്തതിനേക്കാളും കൂമലിൽ ചെയ്തതിനേക്കാളും കുറ്റവും ശിക്ഷയും ചെയ്തതിനേക്കാളും ഒക്കെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ പോലീസുകാർക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഈ പോലീസുകാരനുണ്ട്. അപ്പം അത്രയും വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ എനിക്കറിയില്ല, അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് വ്യത്യസ്തത ഫീൽ ചെയ്തത്. 2024 പോലെ തന്നെ 2005 ഞങ്ങളെ ഫാൻസിന് അഭിമാനിക്കുന്നൊരു വർഷമായിട്ട് മതി. ഒരു 50 കോടി ഉണ്ടോ എന്ന് ചോദിച്ച ഫാൻസായിട്ട് മുന്നിൽ ഈ പാട്ട് 50 കോടിയാണ്. അതുകൊണ്ട് ഈ വർഷം ഒരു 100 കോടി ക്ലബിൽ നമ്മൾ കയറുന്നത് ഞങ്ങൾ ഫാൻസാർ വിശ്വസിക്കുന്നു. അത് ടിക്കറ്റാക്കയിൽ ഞങ്ങൾ കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഒരു വലിയ വെല്ലുവിളി തന്നിട്ട് പോവുകയാണല്ലേ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കൂട്ടത്തെ ആക്ച്വലി ഇക്ക കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇക്കാന്റെ താനാ ചേർന്ന കൂട്ടം എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഇവര് തരുന്ന ഈ ഒരു സ്നേഹം, ഓഫ് കോഴ്സ് ആ ഒരു ലവ് ഉണ്ടാകും. ബട്ട് അറ്റ് ടൈംസ് ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. പക്ഷെ അതൊരു
റെസ്പോൺസിബിലിറ്റി ഡെഫിനറ്റ്ലി ആണ്. അതുപോലെ തന്നെ അതൊരു മോട്ടിവേഷനും അല്ലേ? ഇത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത്രയും പേര് നല്ല സിനിമകൾ ഞാൻ ചെയ്യുന്നതും ഞാൻ ഒരു വിജയം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് തന്നെയാണ് പല സമയത്തും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന പല കോമൻസും പല ചീത്തവിളികളും തന്നെയാണ് നല്ല സിനിമകൾ ചെയ്യാൻ ഉള്ളൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹമൊക്കെ തന്നത്. അപ്പോൾ അത് വേണം. ഇങ്ങനെ ഒരു കൂട്ടം എല്ലാവരുടെയും പുറകിലുണ്ടാകണം. അത് നമുക്ക് ചെറുതായിട്ടും വലുതായിട്ടും നമ്മുടെ ഫാമിലിയുടെ രൂപത്തിലും ഫ്രണ്ട്സിന്റെ രൂപത്തിലും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വലിയ ഫാമിലിയും വലിയ ഫ്രണ്ട്സും ഉണ്ട്. അതാണ് എൻ്റെ ധൈര്യം. ഇങ്ങനെ എല്ലാത്തിനും കൈയടിക്കണമെന്നില്ല, അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് കൈയടിച്ചാൽ മതി. ഓൾറൈറ്റ്, ഇനി അടുത്തത് ആരാണ് ചോദ്യം ചോദിക്കാനുള്ളത്? ഇതില് എന്തായാലും മറ്റേ ഇനി 6 എന്താണ് വേവോളം കാക്കാക്ക് പിന്നെ 6ഓളം കാത്തൂടെ. മറ്റന്നാൾ രാവിലെ അറിയാം ഈ സിനിമയിൽ മമ്മൂക്ക ഉണ്ടോ, മമ്മൂക്ക AI ആയിട്ട് വരുന്നുണ്ടോ, അതോ ഇനി വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ തിയേറ്ററിൽ വന്ന് കാണുന്ന നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പറയും. All right, അപ്പോൾ here's one more person to ask you a question. ഹായ്. എൻ്റെ പേര് അഫ്സൽ എന്നാണ്. ഞാൻ നെടുമങ്ങാട് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഫാൻസ് മീറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു മൊമെൻ്റ്, ഈ ഒരു വർഷം ഒരുപാട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ജോലി ഒരു ഹാഫ് ഡേ എടുത്ത് വന്നത് അവരെയൊക്കെ കാണാനായിട്ട്. ഈ അനീഷുമാർ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച് ഈ ഹണീബി കഴിഞ്ഞ ചേരത്ത് അവർ തന്നൊരു ഊർജ്ജമുണ്ട്. അവരുടെ പിറകെയാണ് നമ്മൾ ലൈനപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ കുറച്ച് പേരെ ഞാനിവിടെ കണ്ടു, വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ദ ഫാർമിയെ. ആ ഗ്രൂപ്പുകൾ, നമ്മുടെ സിനിമകൾ വരുമ്പോൾ ഉള്ള ഡിസപ്പോയിൻമെൻറ്റ്സ്, അത് കഴിഞ്ഞൊരു ഹിറ്റ്, ഒരു ലോ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹൈ വരുമ്പോൾ ഇടിക്കയറും, നമ്മളടിക്കും, അടുത്ത പടം അടിക്കും, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് മിസ് ചെയ്തു. അത് കാരണമാണ് ഞാൻ ഓടി ഈ ഒരു ഫംഗ്ഷൻ എത്തിച്ചേർന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പോലീസ് സ്റ്റോറീസ് ഇങ്ങനെ ഹിറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പോലീസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് വരുന്നു, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നതിന്? എന്തെന്നറിയില്ല, എൻ്റെ അടുത്തേക്ക് കൂടുതലും വരുന്നത് ഇപ്പോൾ ത്രില്ലർ സിനിമകളാണ്. പോലീസ് വേഷങ്ങൾ ഞാൻ തലവന് ശേഷം ഒരു ഗ്യാപ്പ് ഇടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ തലവന് മുന്നേ ഞാൻ കേട്ട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണിത്. ഈ സിനിമയും ഈ ഇതിലെ ക്യാരക്ടറും മിസ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് വീണ്ടും പോലീസ് വേഷം ചെയ്തത്. അപ്പം അത് ചില സിനിമകൾ കേൾക്കുമ്പോൾ നമുക്കത് എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ മതിയെന്ന് തോന്നുമല്ലോ. എനിക്ക് അത്രത്തിൽ ഫീൽ ചെയ്തൊരു സിനിമയാണ്. ഇനി ഉടനെ ഒരു പോലീസ് വേഷം ചെയ്യില്ലെന്നാണ് ആഗ്രഹം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു നോ പറയാൻ പറ്റാത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യും. താങ്ക് യു. Thank you so much. Anyway, Rekha Chitram is coming to you on theaters on January 9th. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. Here you go with the mic. ഹായ്, എൻ്റെ പേര് അജ്മൽ, തൃശ്ശൂരിൽ നിന്നാണ്. ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. നമ്മൾ സൺഡേ ഹോളിഡേ സക്സസ് സെലിബ്രേഷൻ തൃശ്ശൂർ ശോഭ സിറ്റി മാളിൽ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. അതിൽ കവിളത്ത് ഒരു പയ്യെ ഉമ്മ തന്നത് ഓർമ്മ ഉണ്ടോ? ഓഹോ, ആ പയ്യനൊക്കെ വളർന്നു വലുതായി. ഇല്ലല്ലേ? ഓക്കെ, അപ്പോൾ ഇക്കാനെ കാണുമ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ഓർമ്മ വരുന്നത്. എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷയാണ്, അതായത് നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട്, ഓക്കെ, പെർഫോമൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ ബ്രഹ്മയുഗം പോലൊരു സിനിമ, ഇയോബിൻ്റെ പുസ്തകം പോലൊരു സിനിമയൊക്കെ ഇക്ക് ഒഴിവാക്കുകയാണ്. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. അത് മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. ഞാനിപ്പോൾ ഇയോബിൻ്റെ പുസ്തകം ഒഴിവായത് ആം ടോണി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ 2 സിനിമയും കമ്മിറ്റ് ചെയ്ത് വെച്ചാൽ 2 പേർക്കും ബുദ്ധിമുട്ടാവും. അപ്പം എൻ്റെ ഒരു സെൽഫിഷ്നെസ് കാരണം ആ സിനിമയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല. പിന്നെ അത് ഹിറ്റാവും എന്ന് ഉറപ്പുള്ള സിനിമകൾ മിസ്സാവാതിരിക്കാൻ എല്ലാ നടന്മാരും എല്ലാ ആക്ടേഴ്സും ശ്രമിക്കാറ്. ഇനി അങ്ങനെ മിസ്സാവാതെ നോക്കാം. പക്ഷെ ഇപ്പം ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഒഴിവാക്കിയ പടങ്ങളൊക്കെ ഗംഭീര സിനിമകളും അതെടുക്കുന്നത് അതിന് താഴെയുള്ള സിനിമകളാണ്. അപ്പം ഇനി അങ്ങനെ നമ്മൾ അങ്ങനെ അതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മൾ ഫാൻസിന് ആഗ്രഹം. എല്ലാ ചോട്ടിലും പേര് എഴുതിയിട്ടുണ്ട്, ആ അരി നമ്മുടെ വായിൽ തന്നെ വരും.
2024 എനിക്ക് ഇക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ലെവൽ ക്രോസ് ആണ്. ഓ താങ്ക് യു. കിഷ്കിന്ധാകാന്ഡത്തിനേക്കാൾ ലെവൽ ക്രോസ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതെന്ന് അറിയാം? അഡിയോസ് അമീഗോ. അത് ഞാൻ ഒത്തിരി ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറും അഡിയോസ് അമീഗോ ആണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഭാരത് മാതയിൽ നിന്ന് വന്ന കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ സമയമായെങ്കിൽ പോയിക്കോണേ. കോളേജിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. കണ്ടോ, ഹീസ് എ റെസ്പോൺസിബിൾ. ആ ഒരു അച്ഛന്റെ ഒരു ഇൻസ്റ്റിങ്സ്, ഒരു ചേട്ടന്റെ ഇൻസ്റ്റിങ്സ് അല്ലേക്കാ, സമയത്ത് വീട്ടിൽ പോകണം. ഇതിനെന്താ പറയാൻ പറയാ, തന്ത വൈബ് അല്ലേക്ക് ഇപ്പൊ അതിന് നേരെ നമ്മൾ തിരിച്ചിടും, വൈബ് തന്നെന്ന് നമ്മൾ പറയാറുണ്ട്. യെസ്. എനിവേ, ഇനി എന്തായാലും ഇക്കയെ കാണാനായിട്ട് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇക്ക ഇപ്പൊ ഇവിടെ നേരത്തെ ഇക്കയുടെ വൺ ഓഫ് ദ ഫാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കരിയറിൽ ഒരു റൈസ്, പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് താഴേക്ക് പോകും. അപ്പൊ ഇങ്ങനെ വീണ്ടും ആ ഒരു റൈസിന് കാരണമാകുന്ന ഒരു ഡയറക്ടറാണ് ഇദ്ദേഹം. ചെയ്തിട്ടുള്ള 4-5 ഫിലിംസിൽ ഓൾമോസ്റ്റ് മെജോറിറ്റി യു ആർ ദ ഹീറോ, യു നോ അല്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് വിളിച്ചാലോ ഇക്ക? ലെറ്റ്സ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി ജിസ് ജോയ്. വന്നതാരോ ഇവനോ എന്ന് പാടുന്നത്, തെന്നലായി തണലായി. ജിസേട്ടാ നമസ്കാരം. ഹാർട്ടി വെൽക്കം ടു ദ പ്രീ റിലീസ് ഇവന്റ് ഓഫ് രേഖാചിത്രം ആൻഡ് നമ്മുടെ ആസിക്കേന്റെ സ്വന്തം ഒരു ഫാൻസ് മീറ്റിലേക്ക്. അപ്പം ഇനി വേദി ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ടൊന്ന് വിട്ടു തരികയാണ്. അപ്പം എന്തായാലും ചെറിയൊരു കോൺവെർസേഷനിലേക്ക് നടന്നോളൂ. അപ്പം ഇതിപ്പോ ഡബിൾ പാക്കേജ് ആയിരിക്കുകയാണ്. പുറത്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഡയറക്ടർ കൂടി ആസിക്കേനെ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് അദ്ദേഹത്തെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിച്ചിരുന്നു. ഇനി അദ്ദേഹവുമായിട്ടാണ് ഇക്കാന്റെ വളരെ പ്രതീക്ഷയായിരുന്നു നമ്മുടെ ഒരു ചിത്രം ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ കൈഡിയോട് കൂടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ജീറ്റോ ജോസഫ്. നമസ്കാരം. വെൽക്കം ടു ദ പ്രീ റിലീസ് ഇവന്റ് ഓഫ് രേഖാചിത്രം ആൻഡ് ആസിക്കയുടെ ഒരു ഫാൻസ് മീറ്റ്. അപ്പം വേദി ഇനി 3 പേർക്കുമായിട്ട് ഞാൻ ഒന്ന് വിട്ടുതരികയാണ്. യു ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ. ഇക്കാന്റെ ഫാൻസ് ഉണ്ട്, നമ്മൾ വെൽ വിഷേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ലെറ്റ് മീ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ഞാൻ ആസിഫുമായിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന കൂമനായിരുന്നു. അത് നിങ്ങളെല്ലാവരും നീട്ടി സ്വീകരിച്ചു. വളരെ സന്തോഷം. അതൊരിക്കലും ഞാൻ മറക്കില്ല. പക്ഷേ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അതിനു മുമ്പ് ആസിഫിനെ കുറിച്ച് പല കഥകളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പം സിനിമയിൽ അറിയാമല്ലോ, കഥകൾക്ക് പഞ്ഞമില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നു. ഫസ്റ്റ് സിനിമ കഴിഞ്ഞ്, കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൂടുതലും ലാൽ സാറിൻ്റെ കൂടെ ഒത്തിരി പടം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയും, അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിളിക്കും. ഞാൻ അതുപോലെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു ആക്ടറാണ് ആസിഫ്. ഈസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. അദ്ദേഹത്തിൻ്റെ സിനിമ കാഴ്ചപ്പാടുകളുണ്ട്, സ്ക്രിപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറയും, അതെല്ലാം ഉണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആ ഡയറക്ടറിൽ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു സമാധാനമാണ്, സന്തോഷമാണ് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ആസിഫുമായിട്ട് പിന്നെയും പിന്നെ വർക്ക് ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമാണ്. ഒൺലി തിങ് നമുക്ക് അതിന് പറ്റിയ ഒരു സബ്ജക്റ്റൊക്കെ കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ഈയിടെ വന്നു. ഞാൻ ആസിഫിനോട് കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് കൂമൻ ചെയ്തപ്പോഴും ഇപ്പോഴും ഒക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഭയങ്കര ഒരു ക്രേവിങ് ഉണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. ഞാനിപ്പോൾ കൂമൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ അസോസിയേറ്റ് അർഫാസ്. അപ്പോൾ അർഫാസ് എന്നോട് കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു ക്യാരക്ടറൈസേഷൻ, നല്ലൊരു സിനിമ. അപ്പം ഞാൻ ആസിഫിനോട് ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട്. നമ്മൾ കാന്തല്ലൂർ ആ റൂമിലിരിക്കുമ്പോൾ ആസിഫ് ഇങ്ങനെ കയറി വരുന്നു, പുറകെ അർഫാസ് കയറി വരുന്നു. ആസിഫിൻ്റെ മുഖം, ചേട്ടാ
ഇടിവെട്ട് സബ്ജക്റ്റാന്ന് പറഞ്ഞിട്ട് ഉഗ്രൻ ക്യാരക്ടറൈസേഷൻ. അപ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യാനുള്ള ഒരു ക്രേവിംഗ് ഉള്ള ഒരു ആക്ടർ. അതിനേക്കാളേറെ ഞാൻ പറയുന്നൊരു ഒരു ഇതുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ലെവൽ ക്രോസിൻ്റെ ഒരു ഇതിനകത്ത് പറഞ്ഞു, ഹീസ് എ ഡയറിങ് ആക്ടർ. ഇവിടെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു നടൻ. സോ ഐ എം ഹാപ്പി ടു ബി ഹിയർ ആൻഡ് ഐ എം ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം അഗെയിൻ. താങ്ക് യു ചേട്ടാ. ശരിക്കും എനിക്ക് കൂമൻ കഴിഞ്ഞ് രണ്ടാമതൊരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുമ്പോഴാണ് ജിത്തു ചേട്ടൻ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് 2025 ഏറ്റവും നല്ല സന്തോഷം അതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നിന്നു. ഈ സിനിമ മിറാഷ് ഇന്നലെ അനൗൺസ് ചെയ്തു. ഷൂട്ട് ഞങ്ങൾ ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും. അപ്പോൾ കൂമനേക്കാളൊക്കെ ഒരുപാട് മുകളിലുള്ള വലിയൊരു നല്ല സൂപ്പർ ഹിറ്റ് സിനിമയാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ്. ജിത്തുചേട്ടൻ്റെ കൂടെ എപ്പോഴും ജിത്തുചേട്ടൻ്റെ ഒരു കംപ്ലീറ്റ് ക്രൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും വരുന്ന ഒരു ഫാമിലി ഫീലുള്ള ഒരു ക്രൂ ഉണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആ കുടുംബത്തിലേക്ക് കൂമനിലൂടെ ഞാൻ കയറി. ആ വീട്ടിൽ എനിക്ക് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട്. ജിത്തുചേട്ടൻ എന്നോട് എപ്പോഴും പറയും, നമ്മൾ എവിടെ വെച്ചാൽ കാണുന്നത് ചോദിക്കും. അപ്പം ഞാൻ ചേട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നാൽ കുഴപ്പമുണ്ടോ, അത് നീ അങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരാം, എപ്പോൾ വന്നാലും കട്ട്ലറ്റ് തരും എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് തന്നതിലും ചേട്ടാ ഇത്ര എഫേർട്ട് ഇട്ട് ഇവിടെ വന്നതിലും എനിക്ക് ഒരുപാട് നന്ദി. ഇത് ഭയങ്കര ഫോർമലായിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഓക്കെ, ആക്ച്വലി ഞാൻ വരാൻ ആഗ്രഹിച്ചത് എന്നെ വിളിച്ച എനിക്കിവിടെ നവീൻ എന്നോട് ഇങ്ങനെ ചേട്ടാ ഒരു പരിപാടി ഉണ്ട് ഇട്ടിട്ട് ഉരുട്ടുക. അപ്പം ഞാൻ എന്താ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചേട്ടനൊന്ന് വരാം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം. അതിനെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളൂ. പിന്നെ ഇനിയുണ്ട് കേട്ടോ കഥകൾ. ഇവരൊക്കെ എന്നോട് ചോദിക്കുന്നു, ജോർജ് കുട്ടിയുടെ കേസ് ഗിരി അന്വേഷിക്കാൻ പറ്റുമോ? അല്ല, ജോർജ് കുട്ടിയുടെ കാര്യത്തിന് തന്നെ ഒരു തീരുമാനമായിട്ടില്ല. അതിനൊരു തീരുമാനമാകട്ടെ. പിന്നെ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ജോഫിനുണ്ടോ അവിടെ? ഞാൻ ഇതിൻ്റെ പോസ്റ്റേഴ്സും ഇതുമൊക്കെ കണ്ടു, ട്രെയിലറും ഒക്കെ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ടും ഞാനത് എക്സൈറ്റഡായി. എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു പടം. ഐ എം ഷുവർ ഇറ്റ്സ് ഗോണ ബി എ ബിഗ് ഹിറ്റ്. ഓൾ ദി ബെസ്റ്റ് ജോഫിൻ. കൺഗ്രാറ്റ്സ്. നമസ്കാരം. ഒരു നമസ്കാരം പോലും പറയാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. അപ്പം അല്ല വർഷം വരും. അപ്പോൾ ജിത്തു ആസിഫ് എന്ന അഭിനേതാവിൻ്റെ പാഷനെ കുറിച്ചും പുതിയ കഥാപാത്രങ്ങൾ കണ്ടെത്താനുള്ള അതിനോടുള്ള അടങ്ങാത്ത ആഗ്രഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മേഖല ടച്ച് ചെയ്യുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് ആസിഫിൻ്റെ ഒരു കുടുംബാംഗം, കൂട്ടുകാരൻ, ഒപ്പം ആസിഫ് അലിയെ വെച്ച് ഏറ്റവും അധികം സിനിമകൾ എടുത്തിട്ടുള്ള 2 സംവിധായകരിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ്. ബൈസിക്കിൾ തീവ്സ് 2013 ഞങ്ങൾ ഒന്നിക്കുന്നത്. അന്ന് മുതൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ആസിഫ് അലിയോടൊപ്പം നിൽക്കുന്ന ആസിഫ് അലിയുടെ ഫാൻസ് എന്ന് ഞാൻ വിളിക്കുന്നില്ല, ഫ്രണ്ട്സ്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് ഒട്ടും നിങ്ങളെ മുൻപിൽ ഇപ്പം ഇങ്ങനെ ഒരു വേദിയിൽ അത് പറഞ്ഞ് കൈയടി മേടിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഒരാളെന്ന രീതിയിൽ ആസിഫിൻ്റെ എല്ലാ അവസ്ഥകളും ഏറ്റവും അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അപ്പോഴൊക്കെ വിജയത്തിലും പരാജയത്തിലും അവഹേളനകളിലും ഒക്കെ ആസിഫിനോടൊപ്പം നിന്നതിന് നിങ്ങൾ അടിച്ച കൈയടി ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി തന്നെ കഴിയുന്നു. അതൊരു ചെറിയ കാര്യമല്ല. ആസിഫ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആസിഫ് അലി ഒരു ഗുഡ് ബുക്കാണ്. സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമയിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അവർക്ക് മാത്രമല്ല ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ലെവലിൽ ഒന്ന് ശ്രദ്ധിക്കപ്പെടാവുന്ന സ്വന്തമായിട്ടൊരു മാർക്ക്, ഒരു അടയാളം ഉണ്ടാക്കണം ജീവിതം കൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗുഡ് ബുക്കിൻ്റെ പേരാണ് ആസിഫ് അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിനൊന്നാമത്തെ കാര്യം അദ്ദേഹം ആൾക്കാരെ ഡീൽ ചെയ്യുന്ന രീതി. ഇപ്പം എൻ്റെയൊക്കെ അടുത്തേക്ക് ഒരാൾ പരിചയപ്പെട്ട് വരുമ്പോൾ ഞാൻ കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് ഒരാളെ എൻ്റെ സ്നേഹിതനാക്കുന്നത്. ആസിഫ് അലി അങ്ങനെയല്ല, വരുന്നതെല്ലാം എടുക്കും, എന്നിട്ട് ആസിഫിൻ്റെ ഒരു രീതിയിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വല്ലാത്ത മാജിക് ബുക്കാണ് ആസിഫ്. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗുഡ് ബുക്ക് എന്ന് പറയാൻ കാരണം അതൊരു നല്ല ആക്ടർ എന്നതിനപ്പോൾ ഒരു നല്ല മനുഷ്യൻ. നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ
ഒരു സിറ്റുവേഷൻ, ഒരു ചെറു പുഞ്ചിരി കൊണ്ട് പോലും അല്ലേ, നമ്മൾ ആ പുഞ്ചിരിയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പുഞ്ചിരികൾ എന്നും നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവട്ടെ, എന്നും അത് സമാധാനം കൂടുതലാക്കി ഉണ്ടാക്കട്ടെ, എന്നും ഇപ്പോൾ ഉള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹത്തോടു കൂടി ആസിഫ് അലിയെ നിങ്ങൾ ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് നിൽക്കട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും രേഖാചിത്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോഫൻ സാർ ഇസ് ഓൾസോ ഹിയർ, സോ ഹാർട്ടി വെൽക്കം. അപ്പം സാർ സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ സാൻഡ് ആർട്ട് റെഡി ആയിട്ടുണ്ട് ആസിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള. സോ ഐ തിങ്ക് ദിസ് ഇസ് എ പെർഫെക്റ്റ് മൊമെന്റ്. നമ്മുടെ 3 ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആസിഫയുണ്ട്. അപ്പം കാശിനാഥ്, യു ആർ റെഡി ടു ഷോക്കേസ് യുവർ ആർട്ട്? അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കൈയടി നമുക്ക് കാശിനാഥിന് കൊടുക്കാം. ആസിഫയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു സാൻഡ്. താങ്ക് യു സോ മച്ച് കാശിനാഥ്. ഓ, കയ്യിൽ മൊത്തം പശയും സാൻഡ് വേണം, എന്നാലും ഒരു കലാകാരനെ നമ്മൾ അംഗീകരിക്കണം. അപ്പം രേഖാചിത്രത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് ആസിക ചെയ്യുന്ന ക്യാരക്ടറുടെ പടമാണ് കാശിനാഥ് ഇവിടെ തീർത്തിരിക്കുന്നത്. അല്ലെ, കുറച്ച് നേരം. That's okay, but still it's good, അല്ലേ ആസിക? ഞങ്ങളൊക്കെ 5 വർഷം എടുത്താലും ഇങ്ങനെ ഒന്നും നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, അപ്പം നമ്മൾ എന്തായാലും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡയറക്ടേഴ്സ് കോൺക്ലേവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ്. അപ്പം ആ ഒരു ഡിസ്കഷനിൽ ഞാനൊരു ഇൻട്രപ്ഷൻ ആകുന്നില്ല. അപ്പം രേഖാചിത്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോഫൻ ടി ചാക്കോയ്ക്ക് ഞാനൊരു ഒഫീഷ്യൽ വെൽക്കം പറയുകയാണ്. January 9th നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് യുവർ സെക്കൻഡ് ഫിലിം. അപ്പം ആസികയെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഫാൻസ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോഫൻ ചേട്ടൻ വരുമ്പോൾ അതിനുള്ള ഉത്തരം തരുന്ന ആസിഫിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അബൌട്ട് ദ മൂവി ഓൾസോ നിങ്ങളുടെ രണ്ടുപേരും എടുത്തപ്പോൾ രേഖാചിത്രത്തിൻ്റെ ട്രെയിലർ ടീസറെല്ലാം നിങ്ങൾ കണ്ടല്ലോ, എന്താണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒന്നാമത് കുറച്ച് ടെൻഷനിലാണ്. മറ്റന്നാൾ റിലീസാണ്, അതിൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ സ്റ്റേജിൽ കയറി ഇരിക്കുന്നത്. ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ഗംഭീര സിനിമ ചെയ്തിട്ടുള്ള 2 സംവിധായകർ, ആസിക്കയെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള, ഇനി ആസിക്കയുടെ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളുടെ സംവിധായകർ, അങ്ങനെ എന്താ പറയുക, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. 9-ാം തീയതി മറ്റന്നാൾ റിലീസാണ് സിനിമ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ തുടങ്ങി. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിസാറിന് ഓർമ്മയൊന്നും അറിയില്ല. ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് ഞാൻ പറയുന്ന ഒരാൾ നിസാറോടാണ്. 2018 ഞാൻ ഈ കഥയുടെ ഒരു ബേസിക് ഐഡിയ ജിസാറോട് പറയുന്നത്. ജിസാറിൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള ബൈസൈക്കിൾ ജ്യൂസ് തന്നെയാണ് എൻ്റെ ആദ്യ സിനിമ. ഞാനതിൽ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്തത് സാറിനൊപ്പമാണ്. ആ സിനിമയിലെ നായകനായിരുന്നു ആസിക്ക. ഇപ്പോൾ അതിനുശേഷം ഞാൻ 2018 ആദ്യമായിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥ കിട്ടിയ സമയത്ത് അന്ന് ജിസാറിനത് ആദ്യം പറഞ്ഞു. പക്ഷേ ഇതിനൊരു ആദ്യ സിനിമയായിട്ട് ചെയ്യാൻ കുറച്ചധികം പണിയുള്ളൊരു സിനിമയായിരുന്നത്. അതുകൊണ്ടാണ് ആ സിനിമ പിന്നെ 2ാമത്തെ സിനിമയായിട്ട് മാറിയത്. ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. 9-ാം തീയതി തിയേറ്ററിൽ സിനിമ എത്തും. കാണാതെ ബാക്കി സിനിമ സംസാരിക്കട്ടെ. ഒരുപാട് പുതുമകളുള്ള സിനിമയാണ്. ഒരു 1.5 ദിവസം കൂടെ കാത്തിരുന്നാൽ എനിക്ക് കാണാം. അന്ന് ജോഫിൻ എന്നോട് കഥ പറയുമ്പോൾ ഞാൻ വിജയ് സൂപ്പറും പൗർണമി ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ റീസൺ. ഒരുപാട് എക്സൈറ്റ് ചെയ്തിട്ടുള്ള കഥയാണ് രേഖാചിത്രം. അന്നും പേര് രേഖാചിത്രം തന്നെയായിരുന്നു. അതെ, ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ കഥയുടെ ബേസിക് ഐഡിയ വന്നപ്പോൾ തന്നെ കിട്ടിയൊരു പേരാണ് രേഖാചിത്രം എന്നുള്ളത്. അതിനെന്തുകൊണ്ട് രേഖാചിത്രം എന്ന പേരെന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടത് മനസ്സിലാവും. ഇതിലൊരു ഡയലോഗും ഉണ്ട്, സിനിമ നിങ്ങൾക്ക് എന്തെങ്കിലും കാത്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തും എന്നുള്ളത്. അത് വളരെ സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ജീത്തു സാറിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അല്ലല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദൃശ്യം 3. സാർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമനിലാണ് നമ്മൾ ആസിക്കേൻ്റെ കണ്ണിൻ്റെ ആ ഒരു യുനോ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മളത് റോഷാക്കിൽ കണ്ടു. അപ്പം എവിടെ നിന്നായിരുന്നു ജീത്തു സാറിന് ആ ഒരു ഐഡിയ വന്നത്? ഓക്കെ, ലൈക്ക് ഐ ക്യാൻ യൂസ് ആസിഫിൻ്റെ കണ്ണ് ഇൻ ദിസ് പെർട്ടിക്കുലർ വേ എന്നുള്ള രീതിയിൽ ഐഡിയ വന്നപ്പോഴാണെന്നും ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ അറിയാമല്ലോ. നമ്മളിപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ. ആ ക്യാരക്ടർ ഒരു പോലീസുകാരൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര സിൻസിയറാണ്. പക്ഷെ എവിടെയെങ്കിലും അയാളെ കൊണ്ട് ഈ പ്രവോക്കിയോ മത്സരബുദ്ധിയോടെ പിന്നെ ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതെപ്പോഴും എനിക്ക് തോന്നുന്നത് കൂടുതലും ഒരാളുടെ
ഇമോഷൻസ് ഫസ്റ്റ് ഒരുപക്ഷെ കിട്ടുന്നത് കണ്ണുകളിലായിരിക്കും. അതൊരു പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ആസ് ആൻ ആക്ടർ അത് ആസിഫിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആസിഫ് അത് നന്നായിട്ട് അത് പെർഫോം ചെയ്തു. ഞങ്ങളത് യൂട്ടിലൈസ് ചെയ്തു. അതാണ് എൻ്റെ ജോലി. പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മളൊരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പക്ഷെ ആ കണ്ണുകൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ കണ്ണുകൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഇതിലൊന്നുമില്ല. ആസ് എ ഹോൾ നമ്മൾ മാനറിസവും പല കാര്യങ്ങളിലും നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. നമ്മളത് ചെയ്തു. അതിനകത്ത് കണ്ണുകളിൽ തരുന്നത് ഒരു എന്താ പറയുക, അതിലൂടെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇത് തരുന്നത് ആക്ടറിൻ്റെ കഴിവാണ്. ഞാനായിട്ടൊന്നും ചെയ്യുന്നത്. ചേട്ടൻ പറഞ്ഞാലും ഞാനും ഇപ്പൊ പെട്ട് കണ്ണുകൊണ്ട് എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്നതാണ് എല്ലാരും ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞറിയോ, നമ്മളത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തോളൂ, മാജിക്കായിട്ട് സംഭവിച്ചോളൂ. അതൊരു ഇൻബോൺ ആണ്, അത് തന്നെ വന്നോളൂ. നമ്മളത് ചെയ്യാൻ പ്ലാൻ ചെയ്തിറങ്ങിയാൽ അത് ബേസിക്കായിട്ട് എനിക്ക് പറഞ്ഞാൽ ആസിഫ് ഒരു നല്ല ആക്ടറിനെ സംബന്ധിച്ച്, ഇപ്പം ആസിഫ് അടക്കം ഉള്ളവർ നിങ്ങൾക്കൊരു ക്യാരക്ടറൈസേഷൻ കിട്ടി നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പതുക്കെ അതിലേക്ക് കയറും. അത് കയറുമ്പോൾ അത് സംഭവിക്കും. അതങ്ങനെയാണത്. പിന്നെ ജോഫിനെ ടെൻഷൻ എപ്പോഴും നല്ലതാണ്. ഇപ്പം ഞാൻ ഏത് സിനിമ ചെയ്യുമ്പോൾ ടെൻഷനാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അധികം ടെൻഷൻ മേടിക്കണ്ട. അത് എനിക്കൊരു ആത്മവിശ്വാസം. നമുക്കൊരു സാധനം കാണുമ്പോൾ അറിയാമല്ലോ. ധൈര്യമായിട്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഇത്. ഇൻഫാക്ട് ഇനി ആസികയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ഒരു സാൻഡ് ആർട്ട് കണ്ടു, കൈ വെച്ച് വരച്ചത്. ഇനി പുറത്ത് കാല് വെച്ച് വരച്ച ഒരു ആർട്ട് ഇക്കെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയി അതൊന്ന് കണ്ടാലോ? ആ കലാകാരൻ നമ്മുടെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അനജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണോ? തിരിച്ചു വരും. എന്നാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? മതിയോ? അപ്പം എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ജിസേട്ടും അതുപോലെ തന്നെ ജീത്തു സാറും ടേക്കിംഗ് എ ലീവ് റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. ആൻഡ് സർ ജീതു സാർ, ഓൾ ദ ബെസ്റ്റ് ഫോർ മിരാജ്. അപർണ ബാലമുരളി ആൻഡ് ആസിഫ് അലിയുടെ ആറാമത്തെ അവരുടെ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന 6th ഫിലിമാണ്. സർ, എനി പെർട്ടിക്കുലർ റീസൺ ആ ഒരു കോംബോ പിന്നെയും വെച്ചത്? റീസൺ ഒന്നുമില്ല, പറഞ്ഞു എന്നെ ടെൻഷൻ ആക്കി. താങ്ക് യു സോ മച്ച് സർ. ജോഫൻ ചേട്ടാ, യു ക്യാൻ ജസ്റ്റ് ജോയിൻ us ഓൺ ദ സ്റ്റേജ്. കാരണം ഇനി എന്തായാലും ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് രേഖാചിത്രത്തിൽ തന്നെ നല്ല വേഷങ്ങൾ ചെയ്ത 2 ആർട്ടിസ്റ്റ് ആണ്. അപ്പം on to the stage, may I welcome Unni, Lalu and നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭാമ. ഹലോ ഉണ്ണി, ഹായ് ബാമ. അപ്പം ഇനിയിപ്പോ മറ്റന്നാള് ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് ഇന്ന് ഞങ്ങൾ കുറെ കോളേജസ് പോയപ്പോൾ പല ആളുകളും ഉണ്ണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടു. ഷോർട്ട് ഫിലിം ചെയ്തു, ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിം, ഈ ഷോർട്ട് ഫിലിം. ഞാനൊരു കാര്യം വാക്ക് തരാം, 9-ാം തീയതിക്ക് ശേഷം ഉണ്ണിക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ അഡ്രസ് ആവശ്യം ഉണ്ടാവില്ല. ഉണ്ണി ലാലു എന്ന് പറഞ്ഞ ആക്ടറിന്റെ രേഖാചിത്രത്തിന്റെ പേരിലായിരിക്കും ഇനി എല്ലാവരും അറിയപ്പെടാൻ പോകുന്നത്, എല്ലാവരും അറിയുന്നത്. താങ്ക് യു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സീരിയസ്ലി ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്, സത്യമായിട്ടും. സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ കുറേ കൂട്ടുകാരിവിടെ ഉണ്ട്. ഞാൻ മീഡിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരും എനിക്ക് അറിയാം. സോ ഞാൻ അറിയാലോ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് സിനിമയിൽ ചാൻസിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സിനിമയിൽ എത്തിയത്. സോ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയത് ആസിക്കായിരുന്നു. ആസിക്കയുടെ ഒരുപാട് പടത്തിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. അതായത് ഐ തിങ്ക് 7s എന്നൊരു പടമുണ്ട് കോഴിക്കോട് ഷൂട്ട് ചെയ്ത്. ആ സമയത്താണ് ഞാൻ അസിക്കനെ മീൻസ് ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട്സും പരിപാടി ഒന്നും ഇല്ലാതെ വന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ അങ്ങനെ കണ്ട ഒരാളെ ആസിക്കായിരുന്നു എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. എല്ലാവരും ഓൾമോസ്റ്റ് നമ്മളെല്ലാ സിനിമക്കാരും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ വരുമ്പം അവരാണ് നമ്മൾ ഇൻസ്പിറേഷനായിട്ട് കാണുക. അപ്പോൾ ഞാൻ ആ സമയത്ത് ആസിക്കിനെ പോലെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച ഒരാളായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന സമയത്ത് ആസിക്ക് അവിടെ കോഴിക്കോട് വന്നപ്പം ഞാൻ തപ്പി പിടിച്ച് ഞാനവിടെ വന്നു, ഫോട്ടോ എടുത്തു ഞാൻ ആ സമയത്തൊക്കെ എടുത്തു. ദെൻ ഞാൻ പിന്നെ ഞാൻ കുറേ ട്രൈ ചെയ്തു. പിന്നെ ആസിക്കിനെ ഞാൻ കാണുന്നത് അമർക്ബർ എന്ന മണിയുടെ ആ സമയത്താണ്. ആ സമയത്ത് ആസിക്ക് മറ്റേ കാലിൽ പൊട്ടിക്കിടക്കുന്ന സീനില്ലേ,
ആ സീനിൽ സൈഡിൽ അറ്റൻഡറായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ അതുപോലെ ഞാൻ ഭയങ്കര ഫാനാണ്. ആക്ച്വലി നമ്മൾ സംസാരിച്ചില്ല, ഒരു വട്ടം സംസാരിച്ചുള്ളൂ. എനിക്കൊന്നും പറയണമെന്നുണ്ട് ഇനി. ഐ റിയലി ലവ് യു. താങ്ക് യു സോ മച്ച്. ഞാൻ കുറച്ച് ഷുവറായി. അപ്പോൾ സിനിമ എല്ലാവരും കാണണം. 9-ാം തീയതിയാണ് ഇറങ്ങുന്നത്. 9-ാം തീയതിയാണ് ഇറങ്ങുന്നത്. അത്രേ ഉള്ളൂ. ജോഫി കുറേ വർഷമായിട്ട് എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം ജോഫി ഈ ഒരു ക്യാരക്ടർ എനിക്ക് തന്നതിൽ താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ. കാരണം ഞാൻ വേറെ സിനിമ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ക്ലാഷ് വന്നപ്പോൾ ജോഫി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് എനിക്ക് തന്നത്. താങ്ക് യു കൂട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഉണ്ണി. ഞങ്ങൾ നേരത്തെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്വപ്നം കാണുന്നവൻ്റെ ആള് എന്ന സിനിമ എന്ന്. അപ്പം ഉണ്ണിക്ക് വേണമെങ്കിൽ ആകെ കണ്ടേ, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയെന്ന് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വരുന്ന ആക്ടേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ വരുന്നത് ഇങ്ങനെ സ്റ്റാർ ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ ആസിക്കിന് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവുന്ന ഉറപ്പല്ലേ? വേണ്ട ഉണ്ണി, എന്നാലും എക്സാക്ട്ലി വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ആ ഒരു എന്താ പറയാ സൈഡ് റോൾ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് ഇപ്പോൾ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഇരുന്ന് നല്ലൊരു വേഷം ചെയ്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഒരു കോംപ്ലിമെന്റ് വാങ്ങിയിരിക്കുകയാണ്. ഉണ്ണി ലാലിന് ആദ്യം ഒരു കൈയടി കൊടുക്കാം, എന്നിട്ട് ഉണ്ണി ലാലിന്റെ ഉത്തരം നോക്കി കേൾക്കാം. എന്താ പറഞ്ഞേ? എനിക്കറിയാം Cloud9 ഫീലിംഗ് ആണെന്ന്. പക്ഷെ എന്നാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുമ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ഗ്രോത്ത് ആണ് നമ്മൾ ആലോചിച്ചത്. ഒരുപാട് പേർക്ക് നിങ്ങളൊരു മോട്ടിവേഷൻ ആവാം. സോ സേ സംതിങ് പ്ലീസ്. സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടെ നിന്ന് ഇരിക്കുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ദിസ് ഈസ് സീരിയസ്ലി എനിക്കറിയാം. ഞാൻ ഇങ്ങനെ സംസാരിക്കും, പൊതുവേ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ പൊതുവെ. എൻ്റെ മീനാക്ഷിക്ക് അറിയാം. ഐ തിങ്ക് ഞാനിപ്പോൾ വേറൊരു ഫീലിലാണ് ഇപ്പോൾ ഇരിക്കണേ. എനിക്ക് ഭയങ്കര സന്തോഷം. ആസിക്ക ഓരോ സമയത്ത് എന്നോട് ഞാൻ അങ്ങനെ വിചാരിക്കും, അന്ന് ഫസ്റ്റ് കണ്ട് സംസാരിച്ചല്ലോ നമ്മൾ, അപ്പം തന്നെ ഞാൻ അയ്യൻ്റെ അമ്മേ അങ്ങനെയായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു, ഭയങ്കര സന്തോഷം തോന്നുന്നു. താങ്ക്സ് ടു ഗോഡ്. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഉണ്ണി. ആൻഡ് ബാമ, എന്താണ് പറയാനുള്ളത്? യെസ്, അപ്പം എന്തായാലും ഫാൻഗേൾ മൊമെന്റ് ഒന്നും പറയരുത് കേട്ടോ, സിനിമയെ പറ്റി തന്നെ പറയണം. അപ്പോൾ സിനിമയെ പറ്റി തന്നെ ചോദിക്കാം. January 9th രേഖാചിത്രം is hitting theaters. What are your thoughts? ആദ്യം എല്ലാവർക്കും ഒരു ഹായ് പറയാം. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് ഇത്രയും സംസാരിച്ച ഒട്ടും പരിചയമില്ല. ഈ 4 പേര് കൂടി എനിക്ക് നല്ല ടെൻഷൻ വരും. അപ്പം ഞാൻ അതിങ്ങനെ ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയേണ്ടത് എന്നുള്ളത്. January 9 രേഖാചിത്രം റിലീസ് ആവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇതിലെൻ്റെ ക്യാരക്ടർ ഞാൻ ആസിഫിൻ്റെ പേരായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ഞാനില്ലാത്ത ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞാൽ സിനിമയുടെ കഥ മൊത്തം പറഞ്ഞു. ജോഫിന് അപ്പുറത്തുനിന്ന് സൈഡ് നോക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. ഓബ്വിയസ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ ഇക്ക, അപ്പം എന്തായാലും നമ്മൾ ഇവിടുത്തെ ഇവന്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഞാൻ ഒന്ന് പൊട്ടിച്ചോട്ടെ ഇക്ക. യെസ്, ചാക്കോച്ചനായിട്ട് ഇനി അടുത്തത് എന്താണ് പരിപാടി? പ്ലീസ്, ഈ ന്യൂസ് ഇവളത് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ഇക്ക ഇപ്പോൾ ആലോചിക്കുന്നത്. ആ ഒരു സൂപ്പർ ഡയറക്ടറുടെ പേര് എന്താണ് സംഭവം എന്ന് നമ്മളല്ലേ അത് ആദ്യം അറിയേണ്ടത്. ആസിഫ് അലിയുടെ ഒരു ഫാൻസ് അസോസിയേഷൻ എന്ന രീതിയിൽ അല്ലേ ഗൈസ്? അപ്പൊ ഒരു ബിഗ് ന്യൂസ് ഇക്ക ഇവിടെ പറയണ്ടേ? പ്ലീസ്. ചാക്കോച്ചനായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പക്ഷെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു രസം. അല്ല, അത് ചാക്കോച്ചൻ്റെ കൊണ്ട് പെർമിഷൻ ഇല്ലാതെ ഞാനത് പറയുന്നത് ഒരു മര്യാദയായിരിക്കില്ല. അതിൻ്റെ സംവിധായകൻ അതിൻ്റെ ഫൈനൽ എല്ലാ ഡേറ്റ്സ് എല്ലാം സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ സംഭവിക്കും. ഒരു വലിയ സിനിമയാണ്. ഒത്തിരി എക്സൈറ്റ്മെന്റ്. ഞാൻ കുറേ നാള് ഒരു സമയത്ത് ചാക്കോച്ചൻ്റെ കൂടെ തന്നെയായിരുന്നു എൻ്റെ യാത്ര. ഈ 7 ചെയ്യുന്ന സമയത്തും ട്രാഫിക് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉണ്ണി പറഞ്ഞ ഫീൽഡില് ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. ചാക്കോച്ചനെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്ററാണ്. അപ്പൊ ചാക്കോച്ചൻ്റെ കൂടെ ഒരു വലിയ ഗ്യാപ്പ് വന്ന് പിന്നെ അത് സംഭവിക്കാൻ പോവാണ്. ഉടനെ ആ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കും. പ്രോബ്ലി ഈ വർഷത്തെ സെക്കൻഡ് ഹാഫിലായിരിക്കും അത്. അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ സംവിധായകനല്ലേ ചാക്കോച്ചൻ പറയണം. അതാണ് അതിന്റെ ഒരു ശരി. യെസ്.
ഫോർ ദിസ് റീസൺ ഇക്കയെ നമ്മൾക്ക് ഇക്കയോടുള്ള ഒരു ഇഷ്ടം കൂടി കൂടി വരികയാണ് കേട്ടോ. എന്തായാലും ആ ഡയറക്ടറുടെ പേര് ഒരു സീക്രട്ട് ആയിട്ട് അവിടെ കിടക്കട്ടെ. ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദി അപ്ഡേറ്റ്സ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ടോ? ഓക്കെ, ഓടി വരും. 2 ചോദ്യങ്ങളുണ്ടോ? അപ്പം ഇദ്ദേഹം കഴിഞ്ഞിട്ട് യു ക്യാൻ കം. എൻ്റെ പേര് ആസിഫ് തന്നെയാണ്. ഹായ് ആസിഫ്. ഞാൻ മെയിനിൽ എനിക്ക് ഡയറക്ടറിനോട് തന്നെയാണ്. ഞാൻ ഭാരത് കോളേജിൽ നിന്നാണ്. ഓക്കെ, സോ ഇന്നലെ സാറ് കോണ്ടാക്ട് ചെയ്ത് എന്നെ തന്നെയായിരുന്നു. വിളിച്ച് ഇന്നലെ പറഞ്ഞത് എന്നെ തന്നെയായിരുന്നു. അല്ലല്ല അത് ഓക്കെ. സോ ഞാൻ ഇന്നലെ ഞങ്ങളെല്ലാവരും കോളേജിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ഞാൻ ഇന്നലെ ഇപ്പോൾ ഷേവ് ഒക്കെ ചെയ്ത് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഷോപ്പിലിരുന്നപ്പോഴാണ് സാറിന് കോൾ തന്നെ എനിക്ക് സീരിയസ്ലി വന്നത്. അത് ഞങ്ങളായിട്ട് ഒരു പോസ്റ്ററിൻ്റെ ഒരു ഇതായിരുന്നു. സോ എനിക്ക് അപ്പം സാറോട് ദേഷ്യം വന്നു. സാർ എന്നോട് ചൂടായിപ്പോൾ എന്താ ഇത്രയും ടെൻഷൻ എന്തിനാണ് എന്നോട് ഇന്ന് ഇപ്പം ഇത്ര വരെ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ സാറിൻ്റെ മോനെ എനിക്ക് തലവേര് വന്നു. സാറിൻ്റെ ഫേസിലുള്ള ടെൻഷൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നത് സാർ എന്താ ചിരിക്കാത്തേ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പം ഇത്ര നേരം സംസാരിക്കണം സാറെ കാണുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് തന്നെ ഇത് പറയണവരാണ് ഈ മൂവിയിൽ എന്തായിരിക്കും സാർ ഇട്ടിരിക്കുന്ന എഫേർട്സ്. ആ ഉറങ്ങാത്ത കണ്ണുകളെല്ലാം സീരിയസ്ലി ആ മുഖത്ത് ഇപ്പോഴും സാർ ചിരിക്കാനുള്ളൊരു ഇതുണ്ട്. കോളേജിൽ വന്നപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും സാറെന്താണൊന്നും മിണ്ടാത്ത അപ്പോൾ ആ ടെൻഷൻ ഉണ്ട്. ഞങ്ങൾ സോഷ്യൽ മീഡിയ കുറേ നോക്കി സാറിൻ്റെ നല്ല അടിപൊളി പോസ്റ്റർ ഒരു ഫോട്ടോസ് അങ്ങനെ ഒരു കാം ഒരു നൈസ് പേഴ്സൺ. ഫസ്റ്റ് ഓഫ് ഓൾ സാർ അടിപൊളി. പിന്നെ ഞാൻ എന്നെ പൊക്കി പറയുന്നല്ല, ഞാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഈ രേഖാചിത്ര എന്ന മൂവി ഭാരത് മാതാ കോളേജിൽ കൊണ്ടുവരാൻ. സാർ ഇവരെ എല്ലാവരും ഹഗ് ചെയ്ത് BMCയിൽ വന്ന് എല്ലാം ചെയ്തിട്ട് എന്നെ ഒഴിവാക്കുന്നത് ശരിയാണ്. താങ്ക് യു സോ മച്ച് ആസിഫ്. ഇനി ആസിഫിന്റെ കൂട്ടുകാരന് കൂടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ പ്ലീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാനില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് ആശുപത്രിയൊന്ന് ഹഗ് ചെയ്യണമെന്നുണ്ട്. അതിനു വേണ്ടിയാണ് സത്യം പറഞ്ഞത്. ഇക്കയ്ക്ക് അസൈൻമെന്റ് അണ്ടർസ്റ്റുഡ് വന്നത് എന്തിനാന്ന് ആദ്യമേ അങ്ങ് മനസ്സിലായി. അപ്പോൾ സമയം കളയാതെ കെട്ടിപ്പിടുത്തം കൊടുക്കാന്ന് വിചാരിച്ചല്ലേ? ഇപ്പം ഒരു എനിക്ക് തോന്നുന്നു മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം രേഖാചിത്രം ക്രൂ റെപ്രസെന്റ് ചെയ്തിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുകയാണ്. മറ്റന്നാൾ ഈ സിനിമ തിയേറ്ററിൽ റിലീസാവും. ഇപ്പം ഞങ്ങൾ ഇത്രയും നാളും ഇതിൻ്റെ ഇൻ്റർവ്യൂസിനും ഇൻട്രാക്ഷൻസിൻ്റെ എല്ലാ സമയത്ത് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഈ 9-ാം തീയതി മുതൽ കിട്ടും. ഫസ്റ്റ് ഷോ മുതൽ കിട്ടും. അപ്പോൾ മാക്സിമം അത് ഓൺലൈൻ മീഡിയയിലൂടെ അതിൻ്റെ ഈ വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ വന്ന് ആ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരുടെ എക്സൈറ്റ്മെൻറ്റ് കെടുത്തുന്ന രീതിയിലുള്ള റിവ്യൂസ് കൊടുക്കാതിരിക്കുക. മാക്സിമം ഇതിൻ്റെ സ്പോയിലേഴ്സ് ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ ഇപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇഷ്ടമായെങ്കിൽ അങ്ങനെയും പറയാം. പക്ഷേ ഇതിൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വലിയ സസ്പെൻസുകളോ ട്വിസ്റ്റുകളോ ഒന്നുമില്ല. ഇതിൻ്റെ പുതുമാന്നും പറയുന്നത് ഞങ്ങളിതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഇതിൻ്റെ പുതുമാന്നും ഇതിൻ്റെ ഒരു ഒരു ഞങ്ങളതിനെ പ്രേക്ഷകർക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് ആണ്. അതിൻ്റെ ഒരു പശ്ചാത്തലമാണ് അതിൻ്റെ ഫ്രഷ്നെസ് വരുന്നത്. അപ്പോൾ അത് പറയാതിരുന്നു കഴിഞ്ഞാൽ റിവ്യൂ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു കാര്യം ഒന്ന് പറയാതിരുന്നാൽ നല്ലതായിരുന്നു എന്നൊരു ആഗ്രഹം. പിന്നെ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഈ സിനിമ സംഭവിക്കാൻ കാരണമായ 2 പേരുണ്ട്, മിസ്റ്റർ ആൻഡ്രൂ ജോസഫ് ആൻഡ് മിസ്റ്റർ വേണു കുന്നപ്പള്ളി. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് എല്ലാം ഞാൻ പറഞ്ഞിരുന്നു, ഈ സിനിമ സംഭവിക്കണമെങ്കിൽ ഒരുപാട് പേരുടെ പെർമിഷൻസ് വേണമായിരുന്നു. ഒരുപാട് ജോഫി പറയുന്ന പോലെ ഒരുപാട് ക്ലറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം മുൻകൈ എടുത്തതും സംസാരിച്ചതും അത് കോർഡിനേറ്റ് ചെയ്തതും അത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിച്ചതിനൊക്കെ ആൻഡ്രൂ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള പോരാട്ടം തന്നെയായിരുന്നു. പിന്നെ എഗെയിൻ വേണു കുന്നപ്പള്ളി, അദ്ദേഹം 2018 എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമ, ഏറ്റവും ടെക്നിക്കൽ സപ്പോർട്ടുള്ള സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ഈ സിനിമയെ മനസ്സിലാക്കി ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടും തന്ന് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മുകളിലേക്ക് അത്രയും ക്വാളിറ്റിയിൽ ഈ സിനിമ ചെയ്യാൻ ഒരു അവസരം തന്ന അദ്ദേഹമാണ്. അവർക്ക് 2 പേർക്കും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ വേണു കുന്നപ്പള്ളി സാറിൻ്റെ പ്രൊഡക്ഷൻ ടീമിലെ എൻറ്റയർ ടീം
അവരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരുന്നത്. ഇതുപോലെ ഉറങ്ങാത്ത മുഖമുള്ള കുറേ പേര് ഈ ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് അവർ PR ടീം. എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് ഈ വിജയങ്ങളെല്ലാം ആഘോഷിക്കാനും ഈ സന്തോഷം പങ്കുവെക്കാനും ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് കൂടിച്ചേരലുകൾ ഇങ്ങനെ ഉണ്ടാവട്ടെ. ഇതിനേക്കാൾ ആളുകൾ വന്ന് ഇതിനേക്കാൾ വലിയൊരു വേദിയിലേക്ക് ഈ ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി 2025 നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആസിഫ്, ഞാൻ ചൂടായതല്ല, അതിന്റെ ടോണാണ്. നിന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ അവൻ ചൂടാവില്ലായിരുന്നു. മുഖത്ത് നോക്കി ചൂടാക്കാൻ ആർക്കും പറ്റില്ല. അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നപ്പോൾ അത് ക്ലാരിഫൈ ചെയ്താണ്, അതല്ലാത്ത വേറെ ഒന്നുമല്ല. എൻ്റെ പേര് ഫാരിസ് എന്നാണ്. പറ്റിയതാണ്. അപ്പോൾ ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. ഇക്കാനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് വട്ടം ശ്രമിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ കഴിഞ്ഞിട്ടില്ല. കാരണം വർക്കിൻ്റെ ഭാഗമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഇക്കാനോട് വന്ന് കാണാൻ പറ്റിയ വളരെ സന്തോഷം. പിന്നെ ഇക്കാടെ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, എന്തിനാണ് എനിക്ക് മുറിക്കണത്, എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയും, എനിക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കേക്ക് ഞാൻ മുറിക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെ മുറിച്ചിട്ട് ഞാൻ ബർത്ത്ഡേക്ക് കേക്കൊക്കെ മുറിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വട്ടിരുത്തിയിട്ട് ഞാൻ മുറിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരെയൊക്കെ എന്ത് ചെയ്യും, എൻ്റെ കൂടെ നിർത്തി ഞാൻ അവരെ പടത്തിന് കൊണ്ടുപോകും. എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും കാശെടുത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് അവരാദ്യത്തെ എന്നെ കളിയാക്കായിരുന്നു, അത് പോരാണ്. ഇന്ന് അവരെന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ ആസിഫലിയുടെ പടം വരുമ്പോൾ ടിക്കറ്റ് നിനക്ക് തരുമോ, എനിക്ക് തരുമോ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ ഈ 2024 ശേഷം തൊട്ട് എന്നെ അവർ വിളിക്കാൻ തുടങ്ങുകയാണ്. ഇനി ഇതുപോലെ തന്നെ 2025 അവരതുപോലെ തന്നെ വിളിക്കട്ടെ. അതിന് ഞാൻ ഇക്കാക്ക് അതിനെ ഏറ്റവും നല്ല അഭിനയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാരിസ്. ഈ ഫെബ്രുവരി 4-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യാൻ ഞാൻ ലൊക്കേഷനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫാരിസ്. എന്തായാലും ഫാരിസ് പറഞ്ഞതുപോലെ നമ്മളൊരു കേക്ക് കട്ടിംഗ് സെറമണിയിലേക്കാണ് ഇവിടെ ഇനി മൂവ് ഓൺ ചെയ്യുന്നത്. സോ ആസിഫ് അലി ആൻഡ് അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവന്റിന് കട്ട് ചെയ്യുന്ന കേക്കാണിത്. ഈ ഒരു മൊമെന്റിൽ നമ്മളെ ജോയിൻ ചെയ്യാനായിട്ട് നവീൻ ചേട്ടനെ കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ്. നവീൻ ചേട്ടൻ ഇല്ലാണ്ട് ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവില്ല. സോ ഡെഫിനറ്റ്ലി യു ഷുഡ് ബി ദേർ. ഞാൻ ഭയങ്കര ഒഫീഷ്യലായി പിക്ചറിലേക്ക് കൊണ്ടുവരണ്ടെന്ന് ഓർത്ത ഒരാളാണ്. ജീവിതത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ അളിയ ആസിഫ് അലിയും അദ്ദേഹത്തിന്റെ ആരാധകരും ഷെയറിംഗ് their happiness and love. നമുക്കൊരു വലിയ കൈയടി കൊടുക്കാം. ജനുവരി 9-ാം തീയതി റിലീസാക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ആസിഫ് അലി ചിത്രം രേഖാചിത്രം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.